കഴിയുന്നതും മറ്റുള്ളവരെ ദ്രോഹിക്കുകയും ചെയ്യും, ബുദ്ധിമുട്ടുകയും ചെയ്യും, മെന്റലി ഹരാസ്. അങ്ങനെ ഒരു ഈ കറപ്റ്റഡ് ആളുകളുണ്ടല്ലോ, അവർ കറപ്റ്റ് ചെയ്യാത്തവരെ വളരെ മെന്റലി ബുദ്ധിമുട്ടിക്കും. അവൻ കറപ്റ്റഡ് അല്ലാത്ത ഒരാൾ, കറപ്റ്റഡ് ആയിട്ടുള്ള ആളുകളുടെ കൂടെ ജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്, വളരെ പ്രശ്നങ്ങളുണ്ടാകും, വളരെ വളരെ പ്രയാസം. അപ്പൊ ആ തരത്തിൽ കുറെ ആളുകൾ. പിന്നെ രണ്ടാമത്തെ കൂട്ടർ ആളുകൾ രാജസിക ഗുണമുള്ളവരെന്ന് പറയുന്നത് അവർ വളരെ എക്സ്ട്രീമാണ്. എല്ലാം ഒരു എടുത്തു ചാടി ചെയ്യും, ഒന്നും പക്ഷെ പ്രോപ്പർ ആവില്ല, ഒരു എക്സ്ട്രീമിസമാണ്. എല്ലാം ഒരു എക്സൈറ്റ്മെന്റ് ചെയ്യും. എന്നിട്ട് ഇതാണ് ജീവിതം, എപ്പോഴും കണക്കുകൂട്ടലുകളും പ്ലാനിങ്ങുമായിട്ട് തല മുഴുവൻ ചിന്തകളാണ്. ഒന്നിനും മര്യാദയ്ക്ക് ഫോക്കസ് ചെയ്ത് ലൈഫ് എൻജോയ് ചെയ്യുന്നവരല്ല. അവരുടെ എൻജോയ്മെന്റ് നാളെ എന്തോ കിട്ടിക്കഴിഞ്ഞാൽ, ഫ്യൂച്ചറിൽ എൻ്റെ എല്ലാ വിഷനും പൂർത്തിക്കഴിഞ്ഞാൽ ഞാൻ അടിപൊളിയാവും. അന്ന് അവൻ അറിയുന്നില്ല, ഇപ്പോഴേ സ്പോയിൽ ചെയ്ത ഒരാൾക്ക് അന്നും ഒരു സ്പോയിൽഡ് മൈൻഡ് മാത്രമേ ഉണ്ടാവൂ. പക്ഷെ എന്നും ഒരേ മൈൻഡ് സെറ്റോടുകൂടി തന്റെ വർക്ക് എൻജോയ് ചെയ്യുന്നു മാത്രമല്ല, അതുകൊണ്ട് മറ്റുള്ളവർക്ക് ഗുണവുമുണ്ട്. എന്നാൽ കൂടെയുള്ളവരെ കൈപിടിച്ചുയർത്തിക്കൊണ്ടൊരു പോസിറ്റീവ് എൻവയറമെന്റ് ആക്കി, ഒരു കാം ആൻഡ് പീസ്ഫുൾ അന്തരീക്ഷം ഉണ്ടാക്കി, അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയറിൽ വർക്ക് ചെയ്യുന്ന ആ മൈൻഡുള്ള കർത്താക്കളെയാണ് സാത്വിക് കർത്താവ്. അപ്പൊ ഇതെന്തിനാ ഞാൻ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ, ഈ സാത്വിക് കർത്തൃത്വത്തിലേക്ക് താമസിക കർത്താവിനെയും രാജസിക കർത്താവിനെയും കൊണ്ടുവരാൻ അവർക്ക് ട്രെയിനിങ് പ്രോഗ്രാം നിരന്തരം കൊടുത്താൽ നമുക്ക് ഈ സാത്വിക് കർത്തൃത്വം ഉള്ളവരെ ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. അപ്പൊ ഏതൊരു ഓർഗനൈസേഷനും ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മുടെയൊക്കെ വീടുകളിൽ നോക്കേണ്ടത്, ഈ കുട്ടികൾ ഏത് ഗുണത്തിലാണോ ആ ഗുണത്തിൽ നിന്നും അവരെ ഉയർത്തിക്കൊണ്ടുവരേണ്ടതും. ഇപ്പൊ നമുക്കറിയാം, കുട്ടികളിൽ മൊബൈൽ അഡിക്ഷൻ വളരെ കൂടിയിരിക്കുന്ന കാലം. ഈ മൊബൈൽ അഡിക്ഷനിൽ നിന്നും കുട്ടികളെ എങ്ങനെ പുറത്തേക്ക് കൊണ്ടുവരണം. അപ്പൊ നമുക്ക് ഈ ഗീത പ്രോഗ്രാം കഴിയുന്നതിന് മുമ്പ് ഒരു സ്ട്രാറ്റജി ഉണ്ടാകും. നമ്മുടെ ഇവിടുത്തെ ഒരു ഗീത ഉത്സവത്തിന്റെ ഒരു വിഷൻ, അതായത് കുട്ടികളെ ഈ ഒരു മൊബൈൽ അഡിക്ഷൻ, മൊബൈൽ വേണം, കാരണം മൊബൈൽ ഇല്ലാതെ ഇന്നത്തെ കാലത്ത് ജീവിക്കാൻ പറ്റും. കാരണം പല ഹോംവർക്കുകളും ടീച്ചർമാരുടെ കുറെ കാര്യങ്ങളൊക്കെ, വർക്ക് ഷെഡ്യൂളുകളൊക്കെ കുട്ടികൾക്ക് കൊടുക്കുന്നത് മൊബൈലിലൂടെയാണ്. അപ്പൊ ഒരുപക്ഷെ മൊബൈൽ ഇല്ലാതെ ജീവിക്കാൻ പറ്റും. പക്ഷെ മൊബൈലിലുള്ള അനാവശ്യമായ അവരുടെ അഡിക്ഷൻസ്, അതിനെ കൺട്രോൾ ചെയ്ത് ഉപയോഗിക്കാനുള്ള ഒരു വിവേകം അവരിൽ ഉണ്ടാവണമെങ്കിൽ അവരിൽ തന്നെ ആ ബോധം വേണം. കാരണം പല പാരൻസും ഇന്ന് അപ്സെറ്റ് ആയിരിക്കുന്നത് ഈ കുട്ടികളുടെ ഓവർ ആയിട്ടുള്ള യൂസേജ് ആണ്. കാരണം ഈ കുട്ടി അറിയുന്നില്ല, റേഡിയേഷന്റെ ഒരു ഭാഗത്തുണ്ട്, പിന്നെ പലതരത്തിലുള്ള മെന്റൽ സൈക്കോളജിക്കൽ പ്രശ്നങ്ങളുണ്ട്. ഇതൊന്നും കുട്ടിക്ക് അറിയില്ല. പക്ഷെ കുട്ടിക്ക് സ്വയം മനസ്സിലാവണം, എങ്ങനെ എനിക്ക് ഇത് കൺട്രോൾ ചെയ്യാൻ സാധിക്കണം, എങ്ങനെ നമുക്ക്, പ്രത്യേകിച്ച് ഈ ബാംഗ്ലൂർ എന്ന് പറയുന്ന, ബാംഗ്ലൂർ മാത്രമല്ല എല്ലാ കോസ്മോപൊളിറ്റൻ സിറ്റീസ്, ഈവൻ വില്ലേജിൽ ഇതിപ്പോ ഒരു അഡിക്ഷൻ ആണ്. അപ്പൊ കോസ്മോപൊളിറ്റൻ സിറ്റി എന്നോ വില്ലേജ് എന്നോ വ്യത്യാസമല്ല. കാരണം ഈ കോവിഡിന് ശേഷം എല്ലാ കുട്ടികളിലും മൊബൈൽ വന്നതോടുകൂടി ആ മൊബൈൽ അഡിക്ഷൻ അവരിൽ കൂടി. ഇപ്പൊ നമ്മളാണെങ്കിൽ 5Gയിലേക്കൊക്കെ പോകും തോറും ഡൗൺലോഡിന്റെ സ്പീഡെല്ലാം ഹൈ സ്പീഡിലേക്ക് പോവാണ്. അപ്പൊ ഇനി കുട്ടികൾക്ക് ഒരു നിമിഷം കൊണ്ടെല്ലാം കയ്യിൽ കിട്ടുമ്പോൾ അവർക്ക് ലോകവുമായിട്ടുള്ള ഒരു ബന്ധം വിട്ടുപോകും. അപ്പൊ അവരെ ഒരു അവയർനെസ്സിലേക്ക് വരുത്താൻ ഗീത കൊണ്ട് നമുക്ക് സാധിക്കും. ആ ശ്ലോകങ്ങൾ ഞങ്ങളിന്ന് കുറച്ച് സെലക്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് അതൊരു പുസ്തകമാക്കിയിട്ട് അതിങ്ങനെ സ്പ്രെഡ് ചെയ്യണം. ഗീതയിൽ അതിനുള്ള വഴികൾ പറഞ്ഞു. അപ്പൊ നമ്മുടെ ലക്ഷ്യം എന്താ വെച്ചാൽ, സാത്വിക് മൈൻഡ് ഉള്ളവരെ ഡെവലപ്പ് ചെയ്തെടുക്കണം. മനസ്സിലാവുണ്ടല്ലോ? അതാണ്. അപ്പൊ നമ്മൾ ഗീത കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ആ വിഷൻ വേണം. ഏത് വിഷൻ? ഒരു സാത്വിക് ക്വാളിറ്റി ഉള്ള ലോകത്തിലേക്കായിരിക്കണം നമ്മൾ ഇവോൾവ് ചെയ്യേണ്ടതും. അതേപോലെ തന്നെ ലോകത്തിനും ആ ഒരു വിഷൻ നമ്മൾ കാണിക്കണം. അപ്പൊ നോക്കൂ, നമ്മൾ കുട്ടിക്കാലത്ത് തന്നെ നമുക്ക് ഇങ്ങനെ പറഞ്ഞു തന്നിരുന്നെങ്കിൽ ഇതാണ് ഒരു സാത്വിക് കർത്താവ്, അപ്പൊ നമ്മളെ തന്നെ കുറെ ശരിയാക്കുമായിരുന്നു. ആണോ? കാരണം കുറെ ആളുകൾ നമ്മൾ എങ്ങനെയാവുന്നു എന്നത് ഒന്ന് സൊസൈറ്റിയുടെ ഒരു ഇമ്പാക്ട് ഉണ്ട്. കാരണം സൊസൈറ്റി എങ്ങനെയാണോ ജലസാണോ നമ്മളും ജലസാണ്. ആണോ? അതേപോലെ തന്നെ നമ്മുടെ പാരൻസ് തരുന്ന കുറെ വിഷൻ ഉണ്ട്. ഇതൊക്കെയാണ് നമ്മൾ പലപ്പോഴും നമ്മൾ സ്വാധീനിക്കുന്നത്. അപ്പൊ നല്ലൊരു ക്വാളിറ്റി ലൈഫ് നമുക്ക് ഉണ്ടാവണമെങ്കിൽ ആരെങ്കിലും നമുക്കൊരു ഗൈഡൻസ്, ഒരു ചില ട്രെയിനിങ് പ്രോഗ്രാം, ചില ടിപ്സുകൾ, ജീവിതത്തിൽ എങ്ങനെ അച്ചീവ് ചെയ്യണം എന്നുള്ള ടിപ്സുകൾ തന്നിരുന്നെങ്കിൽ നമ്മളത് അച്ചീവ് ചെയ്യുമായിരുന്നു. ഉണ്ടോ ഇല്ലയോ? കാരണം ആരും മോശക്കാരല്ല, അവർക്ക് നല്ല ആ വ്യക്തികളാവണം എന്നാണ്. പക്ഷെ അത് സാധിക്കാതെ പോയതിന് കാരണം ഈ വിഷനിലല്ല നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റവും നമ്മുടെ സോഷ്യൽ സിസ്റ്റവും ഉണ്ടായി. ആണോ? ഇവിടെ നമ്മുടെ പാരൻസിന് പോലും അറിയില്ലേ. അതുകൊണ്ട് ഈ 3 ശ്ലോകം
3 ശ്ലോകങ്ങൾ വേണ്ട, ഏത് മതി? 2 നമ്മുടെ കയ്യിലുള്ളതാണ്. ഏത് 2? രാജസവും താമസവും പഠിക്കേണ്ട കാര്യമില്ല. ഏത് മതി നമുക്ക്? ആ സാത്വിക് ക്വാളിറ്റിയിലേക്ക് നമ്മുടെ മൈൻഡിനെ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കും. അവിടെയാണ് സാത്വിക് കർത്ത. ഇതിനെക്കുറിച്ച് ഒരു കഥ നിങ്ങൾ പറഞ്ഞു കേട്ടിട്ടാണോ? ഞാൻ എന്നാലും ഓർമ്മിക്കും. ഒരു ക്ഷേത്രത്തിന്റെ നിർമ്മാണമായിട്ട് ബന്ധപ്പെട്ട ഒരു കഥയാണ്. രാജാവിന്റെ കാലഘട്ടത്തിൽ ക്ഷേത്രം നിർമ്മിക്കും. അപ്പൊ ആ ക്ഷേത്രം നിർമ്മിക്കുന്ന സമയത്ത് അവിടെ ഒരു ടൂറിസ്റ്റ് വന്ന് ചോദിക്കുകയാണ് ഈ എംപ്ലോയീസിനോട്, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? അപ്പോ അതിൽ ചിലവർ പറഞ്ഞു, നോക്കൂ, എൻ്റെ ഒരു ഭാഗ്യം നോക്കണം, ഇതൊരു ഭാഗ്യമാണ് എൻ്റെ പൂർവികർ ചെയ്തായിട്ട്. ഇത് ലോകത്തിലെ വലിയൊരു ക്ഷേത്രമാണ്, എത്രയോ ഭക്തന്മാർ വന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ക്ഷേത്രം. അവരൊക്കെ നാളെ കാൽ വെച്ച് പ്രാർത്ഥിക്കുന്നത്, അവർ കൈ കൂപ്പുന്ന, അവർ സ്റ്റെപ്പ് കയറുന്ന പടികളൊക്കെ എൻ്റെ കൈ കൊണ്ട് കൊത്തിയ, ഞാനും കൂടെ ചേർന്ന് കൊത്തിയ കല്ലിലാണ് അവർ കാല് വയ്ക്കുന്നത്. അവരുടെ ആ പ്രാർത്ഥനയൊക്കെ ചെയ്യുമ്പോൾ, അവരാ പ്രാർത്ഥിച്ചിറങ്ങുമ്പോൾ അവർ ചെയ്യുന്ന ആ പ്രാർത്ഥനയുടെ പുണ്യം, സുഹൃതം എന്റെയും എൻ്റെ കുടുംബത്തിനും കിട്ടും. അപ്പൊ നാളത്തെ വലിയൊരു ലോകത്തിന് മുഴുവൻ ഒരു നന്മ പകരുന്ന ഒരു സ്ഥാപനത്തെ നിർമ്മിക്കാൻ എനിക്ക് കിട്ടിയൊരു, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഭാഗമാവാൻ കിട്ടിയൊരു ഭാഗ്യം. അതാണ് ഞാൻ ഈ വർക്കിനെ കാണുന്നത്. രണ്ടാമത്തെ ഒരാളോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഈ പാക്കേജ് തിരക്കടില്ല, ഇതിന് നല്ലൊരു പാക്കേജ് കിട്ടുകയാണെങ്കിൽ ഞാൻ അങ്ങോട്ട് മാറും. പക്ഷെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ വേറെ ജോലിയൊന്നും കിട്ടാത്തത് കൊണ്ട്, ഇതാണ് ഇപ്പൊ പ്രസന്റ് ജോലി കയ്യിലിരിക്കുന്നത് കൊണ്ട് ഞാൻ ഈ ജോലി ചെയ്യുന്നു. പക്ഷെ ഞാനിത് ചെയ്യുമ്പോഴും ഞാൻ പുറത്തേക്ക് പോകാൻ നോക്കുന്നുണ്ട്. ഞാൻ 2-3 സ്ഥലത്ത് അപ്ലൈ ചെയ്തിട്ടുണ്ട്. വിസ വന്ന ഉടനെ സ്ഥലം വിടും. അപ്പൊ കണ്ണു മുഴുവൻ എവിടെയാ? കണ്ണു മുഴുവനും മനസ്സ് മുഴുവൻ എവിടെയാണ്? ഈ വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളൂ. പക്ഷെ പാക്കേജിലാണ്. അത് ഏതായിരിക്കണം? മൂന്നാമത്തെ ഒരുത്തെ. അപ്പോൾ ആ കോൺട്രാക്ടറുടെ കീഴിൽ വർക്ക് ചെയ്യുന്നു. ആ മനുഷ്യൻ ഇവിടെ കൊണ്ടുപോയിട്ടു, നാളെ അവിടെ കൊണ്ടുപോയിട്ടു. അയാളൊന്ന് ഈ പണി പറയാൻ വരണോ, നാളെ ആ പണിയെ പറയാനോ. എവിടെയാണെങ്കിലും പണിയെടുക്കണം, കഷ്ടപ്പെടണം, ജീവിക്കണം എന്ന് പറഞ്ഞ് കുറെ കഷ്ടപ്പാടും, പിന്നെ കോൺട്രാക്ടറുടെ കുറെ ചീത്തയും, പിന്നെ അവന്റെ വീട്ടിലെ കുറെ കഷ്ടപ്പാടും ഇത് പറഞ്ഞിട്ട് അവൻ എത്രത്തോളം പണിയെടുക്കാൻ പറ്റാതെ കുറച്ചുകൂടി നേരം എനിക്ക് വർത്തമാനം പറയാം. ഈ രീതിയിൽ പണിയെടുക്കുന്നവൻ അത് ഏത് ക്വാളിറ്റി ഇരിക്കണം? താമസം. ഇത് 3 ഉണ്ടാവും ഒരു സ്ഥലത്ത്. അപ്പൊ നോക്കുക, ആറ്റിറ്റ്യൂഡിന്റെ ആ വ്യത്യാസത്തിനനുസരിച്ച് ഓരോരുത്തരുടെയും എൻജോയ്മെന്റിലും വ്യത്യാസം. സാത്വിക് ക്വാളിറ്റി ഉള്ളവൻ അവന്റെ പ്രവൃത്തി കുറെ കൂടി എൻജോയ് ചെയ്യും. രാജസിക ഗുണമുള്ളവൻ നമുക്ക് തോന്നും എൻജോയ് ചെയ്യുന്നു, പക്ഷെ അവൻ എക്സോസ്റ്റ്. അതാണ് ഇപ്പൊ നമ്മളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും ഫ്രൈഡേ ആകുമ്പോഴേക്കും എക്സോസ്റ്റഡ് ആണ്. തമോ ഗുണമുള്ളവൻ എപ്പോഴും എൻജോയ് ചെയ്യാണ്. ഏതൊരു എൻജോയ്മെന്റ്? അവന്റെ താമസിക്കുന്നത്. അവൻ ഗുഡ് ഫോർ നത്തിങ്, യൂസ്ലെസ്. അപ്പൊ അങ്ങനെ കുറെ എണ്ണം വരുമ്പോഴാണ് ഒരു രാജ്യം നന്നാവാതെ പോകും. ഈ തരത്തിൽ ഒരു രാജ്യത്തിന്റെ ഡെവലപ്മെന്റ് ഉണ്ടാവണമെങ്കിൽ നോക്കൂ നിങ്ങൾ, ഈ ലോകം മുഴുവൻ ഇന്ന് ചിന്തിക്കുന്നത് എക്കണോമി ഡെവലപ്പ് ചെയ്യാനും അതുപോലെ തന്നെ ടെക്നോളജി ഡെവലപ്പ്. പക്ഷെ ഹ്യൂമൻ മൈൻഡിനെ ഡെവലപ്പ് ചെയ്യണം എന്ന് പറഞ്ഞ് ലോകത്തിനൊരു വിഷൻ തന്ന ഒരു ടെക്സ്റ്റ് ലോകത്തിലുണ്ടെങ്കിൽ ഭഗവത്ഗീത. അതുകൊണ്ടാണ് ഈ ബുക്ക് അടുത്ത നൂറ്റാണ്ടിന്റെ ടെക്സ്റ്റ്. കാരണം ലോകത്തിൽ ടെക്നോളജി ഡെവലപ്പ് ചെയ്യും, ലോകത്തിൽ ഫെസിലിറ്റീസ് ഡെവലപ്പ് ചെയ്യും, പക്ഷെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഒരിക്കലും ഡെവലപ്പ് ചെയ്യാൻ. മനസ്സിലാവുണ്ടല്ലോ? നമുക്ക് തോന്നും ഒരു എക്സ്റ്റേണലി ആളുകൾ വളരെ എന്താണ് അവർ എൻജോയ് ചെയ്യുന്നത്. പക്ഷെ നമുക്കറിയാം ഉള്ളിൻ്റെ ഉള്ളിൽ ബേണിംഗ് ആണ്, ഉള്ളിൻ്റെ ഉള്ളിൽ വാക്യൂമാണ്, ഉള്ളിൻ്റെ ഉള്ളിൽ എക്സോഷൻ. അവർ ശരിക്കും എൻജോയ് ചെയ്യുന്നത്. മനസ്സിലാവുണ്ടല്ലോ? അപ്പൊ അതുകൊണ്ട് ഈ തരത്തിൽ സാത്വിക് കർത്ത, രാജസിക് കർത്ത, താമസിക്. ഇനി കൃഷ്ണൻ അടുത്തത് കടക്കുന്നത്, ഇനിയും അടുത്തൊരു ലെവലിലേക്ക് കടക്കണം. എങ്ങനെ കൃഷ്ണൻ ഈ വർക്ക് ചെയ്തു? ഇത് ശരിക്കും പറഞ്ഞാൽ PhD വർക്കാണ്. ഒരു ലെവലിൽ നിന്നും അടുത്ത ലെയറിലേക്ക് കിടക്കുകയാണ്. ഇനി കൃഷ്ണൻ പറയുന്നത് ബുദ്ധേർഭേദം ധൃതേശ്ചൈവ ഗുണദത്രിവിധം ശൃണു പ്രോച്യമാനമശേഷേണ പൃഥക്വേന ധനഞ്ജയ. അപ്പോ കൃഷ്ണൻ കുറച്ചുകൂടി ഡീപ്പായിട്ട് പോവാണ്. അപ്പൊ എല്ലാവരുടെ മൈൻഡ് ഒന്ന് ഫ്രീ ആയിട്ട്. അപ്പൊ ഒന്ന് ലൈറ്റ് ഓഫ് ചെയ്തു.
ബുദ്ധേർഭേദം ധൃതേശ്ചൈവ ഗുണതത്രിവിധം ശൃണു പ്രോച്യമാനമശേഷേണ പൃഥക്ത്വേന ധനഞ്ജയ. എപ്പോഴൊക്കെ കൃഷ്ണൻ ഒരു നോളജ് ഇമ്പാർട്ട് ചെയ്യാൻ അർജുനന് കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്, അപ്പോഴൊക്കെ വളരെ സ്നേഹത്തോടെ വിളിക്കുന്ന പേര് ധനം ജയ. ധനം, ഈ ധനം നീ ആർജിച്ചാലും. ഇനി കൃഷ്ണൻ പറയുന്ന ധനം, അതാണ് ഭഗവാൻ തരുന്ന ധനം എന്ന് പറയുന്നത് ഏതാണ്? ജ്ഞാനമാണ്. അതുകൊണ്ട് 4-ാം അധ്യായത്തിൽ കൃഷ്ണൻ പറഞ്ഞു, 4-ാം അധ്യായത്തില് പറയുന്നത് നഹിജ്ഞാനേന സദൃശം, ജ്ഞാനത്തിന് സദൃശമായി വേറെ യാതൊന്നും ഇല്ല. അതുകൊണ്ട് അർജുന, ഈ ജ്ഞാനം നീ നേടിയാണ്. ഏതാണ്? പൃഥക്ത്വേന, ഞാൻ വേർതിരിച്ച് നിനക്ക് പറഞ്ഞുതരാം. ബുദ്ധേർ ധൃതേർ, 2 കാര്യങ്ങൾ, ബുദ്ധി ധൃതി. ഏതൊക്കെയാണ്? നോക്കൂ, ഹ്യൂമൻ സൈക്കോളജിയിൽ ആര് കടന്നുപോയിട്ടുണ്ട്? ഈ ധൃതി എന്നൊക്കെയുള്ള വാക്ക് ആര് പഠിച്ചിട്ടുണ്ട്? ഇതൊക്കെയാണ് കൃഷ്ണൻ പറഞ്ഞു തരുന്നത്. ബുദ്ധി ധൃതി. ഞാൻ ഒറ്റ ഇതിൽ ചോദിച്ചാൽ നമുക്ക് അതിന്റെ വേരിയേഷൻസ് മനസ്സിലാവും. എന്താണ് ബുദ്ധി ധൃതി എന്നൊക്കെ പറഞ്ഞാൽ? പറയും, കമാൺ. നിങ്ങൾ ഇതിന്റെ മീനിങ് ഒന്നും വായിക്കാതെ പറയൂ, പെട്ടെന്ന് നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവും എന്താ ബുദ്ധി ധൃതി എന്ന്. മനസ്സിലാവുമോ? ഇല്ല, നമുക്ക് മനസ്സിലാവും. അപ്പൊ നോക്കൂ, ആ കാലഘട്ടത്തിൽ കൃഷ്ണൻ അതൊക്കെ റഫർ ചെയ്ത് പോവാണ്. മനുഷ്യന്റെ ബ്രെയിൻ്റെ അകത്തേക്ക് പോയി എന്താണ് ബുദ്ധി, എന്താണ് ധൃതി, ആ രണ്ടിനെയും ഗുണതത്രിവിധം, അതിന്റെ ഗുണങ്ങൾക്കും ത്രിവിധമുണ്ട്. ത്രിവിധം ഏതാണ്? ആദ്യമേ താമസം പറയുന്നത് 14 ദിവസം കഴിഞ്ഞിട്ട് ഈ താമസം വിടണം. ആദ്യം സാത്വികം, പിന്നെ രാജസികം, അവസാനം നിങ്ങൾ ഇതൊക്കെ കേട്ടിട്ട് ആരെങ്കിലും ചോദിക്കും എന്താണ് അവിടെ പോയി? താമസത്തെ കുറിച്ച് കേട്ടു, രാജസത്തെ കുറിച്ച് കേട്ടു, വിചാരിച്ചിട്ട് എന്റെ പേര് ചീത്തയാക്കരുത്. മനസ്സിലായില്ലേ? താമസം അല്ലല്ലോ ആദ്യം കൃഷ്ണൻ പറഞ്ഞു തുടങ്ങിയത്. എവിടുന്നാണ്? സാത്വിക. അതൊക്കെ ഒന്ന് നാവിൽ വരട്ടെ. അപ്പൊ സാത്വിക, താമസിക, രാജസിക. നിങ്ങളുടെ കൂടെ കൂടിപ്പോ ഞാനും അങ്ങനെ സാത്വിക, രാജസിക, താമസിക ഗുണങ്ങളുടെ ആ ഭേദം നീ ശൃണു, കേട്ടാൽ. ഈ വേരിയേഷൻസ് ഏതിലൊക്കെ? ഇപ്പൊ നമ്മൾ എവിടെ നിന്നൊക്കെയാ തുടങ്ങിയത് നിങ്ങൾക്ക് ഓർമ്മയുണ്ട്? ഏതൊക്കെയാ തുടങ്ങിയത്? ആദ്യം ജ്ഞാനം, കർമ്മ, കർത്ത. അപ്പൊ അതിൽ ജ്ഞാനത്തെ കുറിച്ച് പറഞ്ഞു 3 പിന്നെ കർത്താവിനെ കുറിച്ചല്ല, കർമ്മത്തെ കുറിച്ച് പറഞ്ഞു, പിന്നെ കർത്താവ്. ഇനി പറയുന്നു ബുദ്ധിയിലുമുണ്ട് ധൃതിയിലുമുണ്ട്. ബുദ്ധിയും ധൃതിയും, ഈ 3 ആ വേരിയേഷൻസ്, അതിന്റെ ഗ്രഡേഷൻസ്. അർജുന, അതും നീ എന്നിൽ നിന്ന് ഡീറ്റെയിൽ ആയിട്ട് കേട്ടാലും എന്ന് പറഞ്ഞ് അർജുനനെ വിളിച്ച പേര് ധനഞ്ജയ. ഇതെല്ലാം മനസ്സിലാക്കാനുള്ള കഴിവ് ആർക്കുണ്ട്? അർജുനനുണ്ട്. കൃഷ്ണൻ അങ്ങനെ വിളിച്ചത് എന്താ കാരണത്താൽ? ഇന്നത്തെ അർജുനാണെങ്കിൽ മതി കൃഷ്ണ, നാളെ പറയാൻ മതി. കാരണം കുറെ കഴിഞ്ഞാൽ നമുക്ക് ബോറടിക്കും. കാരണം ആ കാലഘട്ടത്തിൽ അർജുനന് ഇത്രയും കൃഷ്ണൻ പറയുന്നത് എവിടെ വെച്ചിട്ടാ കേൾക്കുന്നത്? യുദ്ധക്കളത്തിൽ. യുദ്ധക്കളത്തിൽ വെച്ച് കേൾക്കാനുള്ള ഒരു മനസ്സുണ്ടാക്കിയെടുക്കൽ അത്ര എളുപ്പമല്ല. ആണോ? നിങ്ങള് കുട്ടികളെയും കൊണ്ട് ഐസ്ക്രീം പാർലറിൽ പോയിട്ട് ഗീത പറഞ്ഞു നോക്കൂ, എന്നാ അറിയാം എത്രത്തോളം പറ്റുന്നുണ്ട്. അപ്പൊ ഐസ്ക്രീം പാർലറിൽ പോയിട്ട് വീട്ടിൽ തന്നെ പറ്റില്ല, പിന്നെ ഐസ്ക്രീം പാർലർ. ഈ തരത്തിൽ മനുഷ്യനൊരു ക്രിട്ടിക്കൽ സിറ്റുവേഷൻ വരുന്ന സ്ഥലത്ത്, അല്ലെങ്കിൽ മെന്റലി വളരെ അപ്സെറ്റ് ആവുന്ന ഒരു സ്ഥലത്താണ് കൃഷ്ണൻ മൈൻഡിന്റെ ഉള്ളിലേക്ക് കടന്ന് ഈ വേരിയേഷനും നീ ഒന്നും വ്യക്തമായി മനസ്സിലാക്കിയാലും ആ കൃഷ്ണന്റെ അറിവിന് മുമ്പിൽ നമിക്കല്ലേ പറയൂ. ഞാൻ അതിനേക്കാൾ കൃഷ്ണന്റെ 2 കാര്യമാണ് എനിക്ക് വളരെ എന്നെ ഉള്ളിത്തട്ടി. ഒന്ന്, ആ അറിവ്. 2, എവിടുന്നാ പറഞ്ഞു കൊടുക്കുന്നത്? ഒരു ക്ലാസ് റൂമിൽ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ എളുപ്പമാണ്. ആ സിറ്റുവേഷൻ എവിടെയാണ്? യുദ്ധഭൂമിയിൽ. അപ്പൊ അർജുനന്റെ മൈൻഡ് അവിടെ ഇവിടെയൊക്കെ പോവും, എല്ലായിടത്തേക്കും പോവാൻ സാധ്യതയുള്ള, അല്ലേ? ആണോ അല്ലയോ? ഇപ്പൊ ഒരു ക്ലാസ് റൂമിൽ ഇരുന്ന് പഠിപ്പിക്കുന്നതും ഓപ്പൺ ഗ്രൗണ്ടിൽ ഇരുന്ന് പഠിപ്പിക്കുന്ന വ്യത്യാസമുണ്ടോ? ഓപ്പൺ ഗ്രൗണ്ടിൽ ഇരുന്ന് പഠിച്ചാൽ ഒരുത്തൻ്റെയും തല അവിടെ നിൽക്കില്ല. കാരണം അപ്പുറത്ത് കുരങ്ങനെ ഇപ്പുറത്ത് പക്ഷിയും പോകുന്നത് കാണും. പണ്ടിങ്ങനെ കുട്ടികൾ ക്ലാസ്സിൽ ടീച്ചർ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ വിൻഡോയുടെ കൂടെ കൊണ്ടുവന്നു അടുത്ത ഗാർഡനിൽ ഒരു കുരങ്ങൻ ചാടിക്കൊണ്ടിരിക്കുക.
അപ്പൊ ടീച്ചർ ചോദിച്ചു, വേറെ അറിയോ രാജു? ടീച്ചർക്ക് ഭയങ്കര ദേഷ്യം. അപ്പോഴാണ് കുട്ടി കാണിച്ചു, ടീച്ചർ ദരിച്ച മങ്കി. ഉടനെ ടീച്ചർ, ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ എന്തിനാ അതിനെ നോക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ ഇറ്റ്സ് സോ ഡിഫിക്കൽട്ട് ടു ക്യാച്ച് ദെയർ മൈൻഡ്. ഇതുപോലെയാണ്, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാതിരിക്കാനാണ് ഈ സംഗീത സഭയിൽ. ഇവിടെ നിങ്ങളെ പിടിച്ച് ഓപ്പൺ ഗ്രൗണ്ടിൽ ഇരുത്തിയിട്ട് ഞാൻ ത്രിവിധം ഗുണം ശൃണു എന്ന് പറഞ്ഞാൽ ത്രിവിധം തന്നെ. മനസ്സിലായില്ലേ? കാരണം നമ്മുടെ മൈൻഡ് പെട്ടെന്ന് പിടിച്ചു കിട്ടാൻ നമുക്ക് വളരെ പ്രയാസം. അപ്പൊ അങ്ങനെ കൃഷ്ണൻ പറയുന്നു, ബുദ്ധേർഭേദം ഹൃദയർഭേദം ത്രിവിധ ത്രിവിധ ഭേദം അത് പൃഥക്വേന ത്വം ശൃണു. നീ എന്നിൽ നിന്ന് കേട്ടാലും ഞാൻ നിനക്കത് ഭംഗിയായിട്ട് പറഞ്ഞു. നോക്കാം, ആദ്യത്തെ ഏതാ പറയാൻ പോണത്? ബുദ്ധി, സാത്വിക ബുദ്ധി. പ്രവൃത്തിം ച നിവൃത്തിം ച കാര്യാകാര്യേ ഭയാഭയേ ബന്ധം മോക്ഷം ചയാ വേത്തി ബുദ്ധി സാ പാർത്ഥ സാത്വികീ. പ്രവൃത്തി, പ്രവൃത്തി എന്ന് പറഞ്ഞാൽ അവനവന്റെ പ്രവൃത്തികൾ. നിവൃത്തി, അതിൽ നിന്ന് വിഡ്രോ ചെയ്യേണ്ട കാര്യം, ഇൻവോൾവ് ചെയ്യേണ്ട കാര്യം, വിഡ്രോ ചെയ്യേണ്ട കാര്യം. പിന്നെ കാര്യം ചെയ്യേണ്ടതും അകാര്യം ചെയ്യാൻ പാടില്ല. ബന്ധം മോക്ഷം, ബന്ധത്തെക്കുറിച്ചും മോക്ഷത്തെക്കുറിച്ചും. യാവേത്തി സാ ബുദ്ധി, ആര് അറിയുന്നു ആ ബുദ്ധി സാത്വിക ബുദ്ധി. അതേതാണ്? സാത്വികമായി. ഈ സാത്വിക ബുദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം പറഞ്ഞാൽ എല്ലാറ്റിനെ കുറിച്ചും ക്ലാരിറ്റിയുള്ള ബുദ്ധി, എല്ലാറ്റിനെ കുറിച്ചും വളരെ വ്യക്തതയുള്ള, വളരെ ക്ലിയർ വിഷനുള്ള, ക്ലിയർ അണ്ടർസ്റ്റാൻഡിംഗ് ഉള്ള ബുദ്ധിയുടെ പേരാണ് സാത്വിക്. അപ്പൊ നമ്മൾ സാത്വിക് ബുദ്ധി എന്ന് പറയുന്നത് ശ്രദ്ധിക്കുന്നത്, ഇത് നിരന്തരമായ ശ്രവണം കൊണ്ടും പ്രാക്ടീസ് കൊണ്ടും മാത്രമേ നമുക്ക് ഉണ്ടാവുള്ളൂ. ഈ രണ്ട് കാര്യങ്ങൾ വേണം. ഒന്ന്, നമുക്ക് ക്ലിയർ ആയി ഇതിനെക്കുറിച്ച് മനസ്സിലാക്കണം. ഫസ്റ്റ് അണ്ടർസ്റ്റാൻഡിങ് ക്ലിയർ ആണ്. അതാണ് നമ്മുടെ ഋഷിവര്യന്മാർ പറഞ്ഞ ശ്രവണം പ്രഥമ ധർമ്മം. ശ്രവണം, ആദ്യം നിങ്ങൾ വേണ്ട പോലെ കേൾക്കണം. രണ്ട്, നമ്മൾ കേട്ടാൽ മാത്രം പോരാ, അതിനെ കൺവിൻസ്ഡ് ആവും. അത് പ്രാക്ടീസിലൂടെ നമുക്ക് വേണം. ഈ രണ്ട് കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ വരുമ്പോഴാണ് അണ്ടർസ്റ്റാൻഡിങ് ക്ലിയർ ആവുക. ഒരു അണ്ടർസ്റ്റാൻഡിങ്ങോട് കൂടിയിട്ട്, അതായത് ക്ലാരിറ്റിയോടുകൂടി, ക്ലിയർ വിഷനോടുകൂടി ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ ആ കാര്യം നമുക്കുണ്ടാക്കി തരുന്ന എക്സ്പീരിയൻസ് ആണ് ബുദ്ധി സാത്വികി. അങ്ങനെ ഒരു ബുദ്ധി, അതിന്റെ പേരാണ് സാത്വികി. അപ്പൊ പ്രവൃത്തി നിവൃത്തി ശ്രദ്ധിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ, ഏത് പ്രവൃത്തി, അത് നിത്യകർമ്മമായാലും ശരി, നമ്മുടെ രണ്ട് കർമ്മങ്ങൾ നിത്യം നിയതം, ആ രണ്ട് വാക്ക് മറക്കരുത്. ഒന്ന് ഞാൻ ചെയ്യേണ്ടതാണ്, മറ്റത് ഞാൻ അണ്ടർടേക്ക് ചെയ്തതാണ്. ഒന്ന് ഞാൻ ചെയ്യേണ്ടതാണ്, അണ്ടർടേക്ക് ചെയ്തതാണ്. അപ്പൊ അങ്ങനെ നമ്മൾ ചെയ്യണം. ഇപ്പൊ രാവിലെ എണീക്കുക, നമ്മൾ പല്ല് തേക്കുക, കുളിക്കുക, ടോയ്ലറ്റിൽ പോവുക, ഭക്ഷണം കഴിക്കുക, ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ടതാണ്, അല്ലെങ്കിൽ നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റും. എന്നാൽ ഓഫീസിൽ പോകുന്നതും കല്യാണം കഴിക്കുന്നതും മറ്റു കാര്യങ്ങളൊക്കെ അവനവൻ അണ്ടർടേക്ക് ചെയ്താണ്. ഒരാൾ ഏറ്റെടുത്ത ഉത്തരവാദിത്തം ആണോ? ഏറ്റെടുത്തതിനെയാണ് നിയതകർമ്മം, മറ്റത് നിത്യകർമ്മം. ഈ രണ്ട് കാര്യങ്ങളെ കുറിച്ചും നമ്മളിത് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവണം, ഐ ഷുഡ് എൻജോയ് മൈ ലൈഫ്. ദ പ്രയോറിറ്റി ഷുഡ് ബി ഫോർ മൈ എൻജോയ്. ഞാനത് അത്രയും എൻജോയ് ചെയ്യണം. അപ്പൊ അത് എൻജോയ് ചെയ്യണമെങ്കിൽ ഞാൻ അതിൽ ഇൻവോൾവ് ചെയ്യണം. അപ്പൊ നമ്മൾ ഒരു പണി ചെയ്യുമ്പോൾ വേറെ ഒന്നിനെ കുറിച്ച് മെന്റലി വറി ചെയ്യാൻ അനുവദിക്കരുത്. ഇതൊരു മെഡിറ്റേഷനാണ്. ബുദ്ധൻ പറയുന്നത് വാക്കിംഗ് മെഡിറ്റേഷൻ. അങ്ങനെ നമ്മൾ ജീവിതത്തിൽ ഏത് കാര്യം ചെയ്യുന്നതും, അത് ഇപ്പൊ നിങ്ങൾ പല്ല് തേക്കുന്നത് എൻജോയ് ചെയ്യും, നിങ്ങൾ കുളിക്കുന്നത് എൻജോയ് ചെയ്യും. കുളിക്കുമ്പോൾ എല്ലാവരും പാട്ടില എൻജോയ് ചെയ്യുക, മനസ്സിലായില്ലേ? ആ എന്ത് ചെയ്യുമ്പോഴും നമ്മളത് എൻജോയ് ചെയ്തുകൊണ്ട് നമ്മുടെ ജീവിതം പോകുമ്പോൾ ശ്രദ്ധിക്കുക, ഈ എൻജോയ്മെന്റ് നമുക്ക് മരിക്കുന്നത് വരെ നിലനിർത്താൻ സാധിക്കും. നമ്മൾ ഇപ്പോഴേ ഡിസ്റ്റർബ്ഡ് ആയിട്ട് ജീവിച്ചു കഴിഞ്ഞാൽ മരിക്കുന്ന സമയത്ത് നമുക്കുണ്ടാവുന്ന ഒരു മൈൻഡും വളരെ ഡിസ്റ്റർബ്ഡ് ആയി. അപ്പൊ നമുക്ക് ആ വിഷൻ വേണം. എനിക്ക് മരിക്കുന്നത് വരെ, മരണം ഒരു അൾട്ടിമേറ്റ് ഫാക്ടർ.
എല്ലാവരും ഫേസ് ചെയ്യേണ്ട ഒരു കാര്യം അല്ലേ? ആർക്കും അതൊന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. നിങ്ങൾ ഇമോഷണൽ ആണെന്നുള്ളത് മെന്റലി നമുക്ക് ഓക്കെ, അല്ലാതെ നമുക്ക് ഫിസിക്കലി നമുക്ക് ഡെത്ത് ഫേസ് ചെയ്തേ പറ്റും. അപ്പൊ അങ്ങനെ ഒരു ഡെത്ത് പോലും നമുക്കൊരു എൻജോയ് ചെയ്ത് പോണെങ്കിൽ ഞാൻ ഇപ്പോഴേ എൻ്റെ പ്രസന്റിനെ എൻജോയ് ചെയ്യണം. സോ കീപ് മൈ പ്രസൻസ് ഇൻ ദ പ്രസന്റ്. ആ പ്രസൻസ് ആൻഡ് പ്രസന്റ്, നമ്മൾ ഓരോ കാര്യം ചെയ്യുമ്പോഴും ഞാനത് ലെറ്റ് മീ എൻജോയ്, ലെറ്റ് മീ എൻജോയ്, ലെറ്റ് മീ എൻജോയ്. നിങ്ങൾ ഈ വാക്ക് നിങ്ങളുടെ തലയിൽ ഒരു മന്ത്രം പോലെ വെച്ച് നോക്കൂ. ലെറ്റ് മീ എൻജോയ്, ലെറ്റ് മീ എൻജോയ്, ലെറ്റ് മീ എൻജോയ് ദിസ്. അങ്ങനെ ഒരു നിമിഷത്തെ നമ്മൾ എൻജോയ് ചെയ്ത് ജീവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം എപ്പോഴും എൻജോയ്മെന്റ് ആണ്. നിങ്ങൾ എപ്പോഴും ഹാപ്പിയാണ്. ആണോ? നാളെ എന്തോ സംഭവിച്ചിട്ട് ഹാപ്പിനെസ്സിനെ കണക്കൂട്ടരുത്. നാളെ ഒരു കണക്കൂട്ടിൽ ഹാപ്പിനെസ് തരും. കാരണം ഇന്ന് നിങ്ങൾ നാളത്തെ കുറിച്ച് ചിന്തിച്ചാൽ നാളെ നിങ്ങൾ മനസ്സിലായില്ല. ഇന്ന് നിങ്ങൾ നാളത്തെ കുറിച്ച് ചിന്തിച്ചാൽ നാളെ നിങ്ങൾ മറ്റന്നാളിനെ കുറിച്ച് ചിന്തിക്കും. മൈൻഡ് അവിടെ നിൽക്കില്ല. മൈൻഡിനെ നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റില്ല. ഇവിടെ തന്നെ ഞാൻ മൈൻഡിനെ പിടിച്ചു നിർത്തി, ഇവിടെ തന്നെ ഞാൻ റിലാക്സ് ചെയ്ത്, ഇവിടെ തന്നെ ഞാൻ എൻജോയ് ചെയ്ത് അവിടെ നിൽക്കും. ശരിയാണോ ഞാൻ പറഞ്ഞത്? ഇവിടെ ഞാൻ ലൂസാക്കി വിട്ടാൽ നാളെയും. അതാണ് പലർക്കും ഈ മൈൻഡിന്റെ ഒരു അറിവില്ല. അതാണ് കൃഷ്ണൻ ജ്ഞാനം എന്ന് പറയുന്നത്. മൈൻഡിനെ കുറിച്ചുള്ള ഒരു കൃത്യമായ അറിവുണ്ടാകും. ഈ മൈൻഡ് എന്ന് പറയുന്നത് ചഞ്ചലം ഹി മനകൃഷ്ണ. അഭ്യാസം കൊണ്ട് മാത്രമേ മൈൻഡിനെ നമുക്ക് സെറ്റിൽ ഡൗൺ ചെയ്യാൻ സാധിക്കുള്ളൂ. ഇപ്പൊ രാവിലെ എണീറ്റ് കുറച്ചു നേരം പ്രാണായാമം, കുറച്ചു നേരം ഓങ്കാര മന്ത്രമൊക്കെ ജപിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ മൈൻഡിനെ നമ്മൾ സെറ്റിൽ ഡൗൺ ചെയ്യാൻ, റിലാക്സ് ചെയ്യാൻ. മൈൻഡ് റിലാക്സ് ചെയ്ത് സ്ഥിരമായി ഇത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ജോലികളും നമുക്ക് വളരെ റിലാക്സ്ഡ് മൈൻഡോടുകൂടി കൊണ്ടു നടക്കാൻ പറ്റും. പലരും മനസ്സിലാക്കാത്തൊരു കാര്യം, അറിവ് നമുക്ക് ഉണ്ടാവാത്തൊരു കാര്യം, മൈൻഡ് റിലാക്സ് ചെയ്യുമ്പോൾ ബോഡി വെയിറ്റ് കുറവാണ്. എന്താണ്? മൈൻഡ് സ്ട്രെസ്ഫുൾ ആകുമ്പോൾ ബോഡി വെയിറ്റ് വളരെ കൂടുതലാണ്. അപ്പൊ അതുകൊണ്ടാണ് മൈൻഡ് റിലാക്സ് ചെയ്യാത്ത ആളുകൾക്ക് ബോഡി പെയിൻ വളരെ കൂടുതലായിരിക്കും. അപ്പൊ അവര് മൈഗ്രെയിൻ, സ്ട്രെസ് കൊടുക്കുമ്പോഴൊക്കെ ഉണ്ടാകുന്ന നെർവസ് സിസ്റ്റം മുഴുവൻ കംപ്ലീറ്റ്ലി ടെമ്പർ ആകുമ്പോൾ ഉണ്ടാകുന്ന അസുഖങ്ങളാണ് ഈ മൈഗ്രെയിൻ, അതുപോലുള്ള BP, ഷുഗർ ഒക്കെ അവരുണ്ടാക്കുന്നത്. കാര്യം ഇതൊക്കെ അതിന്റെ ഒരു റിത്തം അവര് ഇംബാലൻസ് ചെയ്യും. അപ്പൊ മൈൻഡ് റിലാക്സ്ഡ് ആണോ, ജീവിതം റിലാക്സ്ഡ് ആണ്, ജീവിതം ജോയ്ഫുൾ ആണ്. അപ്പൊ അതുകൊണ്ട് എപ്പോഴും മനസ്സിൽ ഓർക്കേണ്ട ഒരു മന്ത്രമാണ് ലെറ്റ് മീ എൻജോയ്, ലെറ്റ് മീ എൻജോയ്. മനസ്സിനോട് പറയണം ലെറ്റ് മീ എൻജോയ്, ഞാൻ ഇത് എൻജോയ്. മനസ്സിലാവുണ്ടല്ലോ? ശരിയാണോ കൃഷ്ണൻ പറഞ്ഞത്? കമാൺ. അല്ലാതെ നാളെ കല്യാണം കഴിഞ്ഞിട്ട് ഹാപ്പി ആവുന്ന പണ്ട് നിങ്ങൾ വിചാരിച്ചു. കല്യാണം കഴിഞ്ഞ എത്ര ദിവസം നിങ്ങൾ ഹാപ്പി? ഹണിമൂൺ കഴിഞ്ഞാൽ പിന്നെ ഒരു ഹോട്ട് സൺ ഉണ്ടായേ പറ്റും. ജീവിതത്തിൽ എപ്പോഴും ഹണിമൂണായിട്ട് ജീവിക്കാൻ പറ്റും മനുഷ്യൻ. എപ്പോഴും നമുക്ക് സന്തോഷമായിട്ട് ജീവിക്കാൻ പ്രകൃതി സമ്മതിക്കില്ല. കാരണം പ്രകൃതിക്ക് എപ്പോഴും ഒരു ഡേ ആൻഡ് നൈറ്റ് ഉണ്ട്, പ്രകൃതിക്ക് എപ്പോഴും വെതർ ചേഞ്ച് ഉണ്ട്, അതുപോലെ ഹെൽത്തിനും മാറ്റം ഉണ്ടാവണം. അപ്പൊ പിന്നെ എപ്പോഴും ഫേവറബിൾ ആയിട്ടുള്ള ലൈഫ് എവിടെ കിട്ടാൻ പോകുന്നത്? ആണോ? അപ്പൊ നാളെ എന്നുള്ളതല്ല, ഞാൻ നൗ ഞാൻ എൻജോയ് ചെയ്യണം. ഇപ്പൊ ഞാൻ വെർ ഈസ് മൈ ലൈഫ് ഹിയർ, ഞാൻ ഇപ്പൊ എൻജോയ് ചെയ്യാം. ആ മൈൻഡിനെ നമ്മൾ ഡെവലപ്പ് ചെയ്യണോ? കമാൺ. ഇപ്പൊ ജ്ഞാനം എന്താ വേണ്ടത്? എന്റെ ലൈഫ് എനിക്ക് എൻജോയ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ ഞാൻ എൻ്റെ പ്രവൃത്തി എൻജോയ് ചെയ്യണം. പ്രവൃത്തിയും നിവൃത്തി. അപ്പൊ നിവൃത്തി എന്താണ്? ഒരു പ്രവൃത്തി കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ക്യാരി ചെയ്യണ്ട, അടുത്ത പ്രവൃത്തിയിലേക്ക് മൈൻഡ് കൊണ്ടുപോകണം. അപ്പൊ ഓഫീസിലെ പ്രശ്നം എവിടെ വരില്ല? വീട്ടിൽ വരില്ല. അവിടുത്തെ സ്ട്രെസ് മുഴുവൻ വീട്ടിൽ വന്നിട്ട് കറി ഉണ്ടാക്കിയാൽ അത് കറിയല്ല, അത് വറിയ. അതുകൊണ്ടാണ് ഒരു കുട്ടിക്കും വീട്ടിൽ നിന്ന് ഭക്ഷണം ആകെ വേണ്ടത് മാഗി നൂഡിൽസ് മാത്രമേ, അല്ലെങ്കിൽ പാസ്തയോ അങ്ങനെയുള്ള സാധനങ്ങൾ. എന്തുകൊണ്ടാ വെച്ചാൽ ഇപ്പൊ പലരും ഓവർ വർക്ക് ചെയ്ത് സ്ട്രെസ്ഫുൾ ആയി വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ഒന്നാമത് സമയമില്ല, ഉണ്ടാക്കുന്ന കറിയൊന്നും ഉള്ള എരിവോ ഉപ്പോ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ വാങ്ങി. നിങ്ങൾ വളരെ റിലാക്സ്ഡ് ആണെങ്കിൽ എല്ലാം ഇടുന്നത്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഒരാള് അമ്മ ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്ത്, വൈഫ് ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്ത് ഭർത്താവ് ആ സമയത്ത് 4 ചീത്ത വിളിച്ചു കഴിഞ്ഞാൽ എന്തോ ഇട്ടുകൊണ്ടിരിക്കും? അത് കറക്റ്റ് ആയിരിക്കോ? ഇല്ല. അപ്പൊ നോക്കൂ, നിങ്ങൾ മൈൻഡ് ഡിസ്റ്റർബ്ഡ് ആയാൽ ചെയ്യുന്നതൊന്നും
ആണോ എന്നതുപോലെ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ കഴിഞ്ഞ കാര്യത്തെ ക്യാരി ചെയ്യേണ്ട യാതൊരു കാര്യം. ഇതൊക്കെ പറയാൻ എളുപ്പമാണ്, പ്രാക്ടീസ്. പ്രവൃത്തി നിവൃത്തി. അപ്പൊ എന്താ പ്രവൃത്തി നിവൃത്തി പറഞ്ഞാൽ? നിവൃത്തി ഈസ് എ പ്രവൃത്തി. നിവൃത്തി എന്ന് പറഞ്ഞാൽ ഒരു കാര്യം വിട്ട് വേറൊരു കാര്യത്തിലേക്ക് പോകണം. അതിന്റെ ഓരോ കാര്യത്തിലേക്ക് എപ്പോഴും ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് മാറിക്കൊണ്ടിരിക്കും. അപ്പൊ ഒന്നിനെ ഡ്രോപ്പ് ചെയ്ത് മറ്റൊന്ന് എടുക്കണമെങ്കിൽ ഞാൻ ഈച്ച് വൺ എന്റെ ജീവിതത്തിൽ എൻജോയ് ചെയ്യണം. ഞാൻ ഇത് എൻജോയ് ചെയ്യും. സോ ലെറ്റ് മീ എൻജോയ് ദിസ്, ലെറ്റ് മീ എൻജോയ് ദിസ്, ലെറ്റ് മീ എൻജോയ്, ലെറ്റ് മീ നോട്ട് ക്യാരി ഫോർവേഡ് എനിത്തിങ്. എന്റെ മൈൻഡിലെ ഡിസ്റ്റർബൻസിനെ ഞാൻ ക്യാരി ചെയ്യണം. നല്ലതൊക്കെ ക്യാരി ചെയ്തോളൂ, പ്രോബ്ലത്തിനെ ക്യാരി ചെയ്യേണ്ട യാതൊരു കാര്യം. അപ്പൊ നിങ്ങൾ വീട്ടിലെത്തുമ്പോൾ നിങ്ങൾ വളരെ ഫ്രഷായിട്ട് വീട്ടിലെത്തും. മക്കൾക്കും ഇഷ്ടമായി, കാരണം വളരെ ഫ്രഷാണ്. അപ്പൊ അമ്മ സംസാരിക്കണതല്ല, എന്താ കുട്ടികളുടെ കാര്യം, അതല്ല കുട്ടി പഠിക്കാത്തതിന് ഹോംവർക്ക് ചെയ്യാത്തതിന് ഇവിടുത്തെ സ്ട്രെസ് മുഴുവൻ കൊണ്ടുവന്ന് ആ കുട്ടിയോട് ഇന്ററാക്ട് ചെയ്ത് നീ അപ്പോഴേ കുട്ടിക്ക് മനസ്സിലാവും ഇതിനെ ശരിയാക്കിയിട്ട് കാര്യം. കാരണം അതുവരെ ഇരുന്ന് കമ്പ്യൂട്ടറോ കളിച്ച് അല്ലെങ്കിൽ മൊബൈലോ നോക്കിക്കൊണ്ട് അതുവരെ ടി വി കണ്ടുകൊണ്ടിരുന്ന് ഇനി അതിനെ ചീത്ത വിളിക്കുമ്പോൾ കുട്ടി പറയും ഞാൻ അച്ഛൻ വരട്ടെ, അച്ഛനോട് പറയും. പിന്നെ അച്ഛനും അമ്മയും തമ്മിൽ അതിന്റെ പേരിൽ അടി.